വെൽക്കം ടു മെഡ്ഹെഡ് ഹബ്. അപ്പോൾ ഇന്ന് GIT ഏജൻസിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ അതിൽ ഫസ്റ്റ് വൺ ഈസ് സലൈൻ കത്രാറ്റിക്സ് ആണ്. നമുക്ക് പഠിക്കേണ്ട ഡ്രഗുകൾ മെഗ്നീഷ്യം സൾഫേറ്റും സോഡിയം ഓർത്തോ ഫോസ്ഫേറ്റും മാത്രമാണ് കേട്ടോ. സോ എന്താ സലൈൻ കത്രാറ്റിക്സ്? സലൈൻ കത്രാറ്റിക് ബിലോങ് ടു ദ ക്ലാസ് ഓഫ് കത്രാറ്റിക്സ് യൂസ് ടു റിലീവ് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഏജന്റുകളെയാണ് സലൈൻ കത്രാറ്റിക്സ് പറയുക കേട്ടോ. സോ അൺലൈക്ക് മൈൽഡ് ലക്സേറ്റീവ് വിച്ച് പ്രൊമോട്ട് ബവൽ ഇവാക്യുവേഷൻ വിത്ത് മിനിമൽ അഡ്വേഴ്സ് എഫക്റ്റ്, അതായത് വലിയ അഡ്വേഴ്സ് എഫക്റ്റോ സൈഡ് എഫക്റ്റോ റിയാക്ഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു ലാക്സേറ്റീവ് എഫക്റ്റ്, അതായത് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുക. സലൈൻ കത്രാറ്റിക് ആക്ട് ബൈ ഇൻക്രീസിംഗ് ദ ഓസ്മോട്ടിക് ലോഡ് ഇൻ ദ ഇൻഡസ്ട്രീനിലെ ഓസ്മോട്ടിക് ലോഡ് കൂട്ടുകയും പിന്നെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് കൂട്ടുകയും അങ്ങനെ ബൗൽ ഇവാക്യുവേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. സോ നമ്മൾ ബേസിക്കലി രണ്ട് ടൈപ്പ് ഡ്രഗുകളെ പറ്റിയാണ് സിലബസിലും പണ്ടുള്ള നമ്മൾ പഠിക്കുന്ന മെഗ്നീഷ്യം സൾഫേറ്റും സോഡിയം ഓർത്തോ ഫോസ്ഫേറ്റും. സോ മെഗ്നീഷ്യം സൾഫേറ്റിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എപ്സം സോൾട്ട് കേട്ടോ. MgSO4 7H2O ആണ്. പ്രിപ്പറേഷൻ ലബോറട്ടറിയിൽ നോർമലി മെഗ്നീഷ്യം കാർബണേറ്റിന്റെ കൂടെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ആവുന്നു. പിന്നെ ഫർദർലി ഇവാപ്പറേറ്റ് ചെയ്ത് മെഗ്നീഷ്യം സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ മെഗ്നീഷ്യം കാർബണേറ്റ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് reacting and carbon dioxide has been removed by throughout the thorough stirring. അതിനുശേഷം evaporate ചെയ്ത് മെഗ്നീഷ്യം സൾഫേറ്റ് ക്രിസ്റ്റൽസ് കിട്ടുന്നു. കൊമേഴ്സ്യലി ആണ് എന്നുണ്ടെങ്കിൽ ഡിറൈവ്ഡ് ഫ്രം ഡോൾമൈറ്റ് ബൈ റിയാക്ടിങ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് ഡോൾമൈറ്റ്. സോ സൾഫ്യൂരിക് ആസിഡും ഡോൾമൈറ്റും കൂടെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. സോ ഡോൾമൈറ്റ് മിക്സ്ചർ ഓഫ് മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം കാർബണേറ്റ് ആണ്. എന്താണ് ഡോൾമൈറ്റ് എന്ന് വെച്ചാൽ മെഗ്നീഷ്യം കാൽഷ്യം കാർബണേറ്റിൻ്റെ ആണ്. സോ ഇതും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം മെഗ്നീഷ്യം സൾഫേറ്റ് കിട്ടുന്നു. സോ വിച്ച് റിമെയിൻ സൊല്യൂഷൻ വൈൽ ഇമ്പ്യൂരിറ്റീസ് പ്രസിപ്പിറ്റേറ്റ്. അപ്പം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ആവുകയാണ് ചെയ്യുക. പിന്നെ ഫിൽട്ടർ ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്ത് മെഗ്നീഷ്യം സൾഫേറ്റ് എടുക്കുകയാണ് ചെയ്യുക. സോ ഡിസ്ക്രിപ്ഷൻ പറയുവാണെങ്കിൽ വൈറ്റ് ക്രിസ്റ്റലിൻ പൗഡർ ആണ്, ബിറ്റർ സലൈൻ ടേസ്റ്റ് ആണ്. സോ ബോയിലിംഗ് വാട്ടറിൽ സോലബിൾ ഇൻ ബോയിലിംഗ് വാട്ടർ ആൻഡ് പേഴ്ഷ്യലി ഇൻസോലബിൾ ഇൻ ആൽക്കഹോൾ ആണ്. സോ മെഡിക്കൽ യൂസ് കത്രാറ്റിക് ആണ്, ഓസ്മോട്ടിക് ലക്സേറ്റീവ് ആണ്, ഇലക്ട്രോലൈറ്റ് റിപ്ലേസ്മെൻറ്റും കൂടെ ആണ് എന്നുള്ളതാണ് മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ഉപയോഗം. സോ നെക്സ്റ്റ് വൺ ഇസ് സോഡിയം ഓർത്തോ ഫോസ്ഫേറ്റ് ആണ്. സിനോണിം ഡൈസോഡിയം ഹൈഡ്രോജൻ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ഓർത്തോ ഫോസ്ഫേറ്റ് ആണ്. സോ കെമിക്കൽ ഫോർമുല Na2HPO4 NH2O ആണ്. സോ കളർലെസ് ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റൽ ആണ്. ഹൈലി എഫ്ലോറസെൻ്റ് ആണ്. സോലബിൾ ഇൻ വാട്ടർ ആൻഡ് പേഴ്ഷ്യലി ഇൻസോലബിൾ ഇൻ ആൽക്കഹോൾ ആണ്. സോ പ്രിപ്പയർ ചെയ്യുന്നത് സോഡിയം ഓർത്തോ ഫോസ്ഫേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സോഡിയം കാർബണേറ്റ് ഹോട്ട് സൊല്യൂഷനോ ഫോസ്ഫോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. എന്തൊക്കെയാണ്? സോഡിയം കാർബണേറ്റും ഫോസ്ഫോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ദ ന്യൂട്രലൈസ് സൊല്യൂഷൻ ഈസ് കോൺസെൻട്രേറ്റഡ്. സോ ഈ ന്യൂട്രലൈസ് സൊല്യൂഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പിന്നെ ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് സോഡിയം ഓർത്തോ ഫോസ്ഫേറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. സോ മെഡിസിൻ യൂസ് സലൈൻ കത്രാറ്റിക് ആണ്, ഇലക്ട്രിക് റിപ്ലേസ്മെൻറ്റ്. പിന്നെ സ്റ്റാൻഡേർഡ് ബഫർ സൊല്യൂഷൻ ആയിട്ട് സോഡിയം ഓർത്തോ ഫോസ്ഫേറ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ എന്താണ് ബഫർ എന്നുള്ളത് നമ്മൾ പഠിക്കും. സോ പിന്നെ അതുമാത്രമല്ല ഫോർ ഫൈൻഡിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റനിങ് ഹാർഡ് വാട്ടർ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ബോത്ത് മെഗ്നീഷ്യം സൾഫേറ്റും സോഡിയം ഓർത്തോ ഫോസ്ഫേറ്റും എന്ത് ചെയ്യണം, മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാണ്ട് നമ്മളൊരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ക്ലോസ്ഡ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് കേട്ടോ. സോ ഈ രണ്ട് ഡ്രഗ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ആൻറ്റി മൈക്രോബിയൽസ് ആണ്. എന്താ ആൻറ്റി മൈക്രോബിയൽസ്? നമുക്ക് എല്ലാവർക്കും അറിയില്ല, ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക, മൈക്രോ ഓർഗാൻസിനെ ഫർദർലി ഗ്രോ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക അല്ലേ. സോ ആൻറ്റിസെപ്റ്റിക് ഉണ്ട്, ഡിസ്ഇൻഫെക്റ്റൻ്റ് ഉണ്ട്, ജേർമിസൈഡ് ഉണ്ട്. നമ്മൾ ഏത് ഓർഗാനിസത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ജേർമിസൈഡ് ഉപയോഗിക്കണോ, ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിരിക്കണോ, ആൻറ്റിസെപ്റ്റിക് ആണോ തീരുമാനിക്കുന്നത് അല്ലേ. സോ ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ് അതിൽ നമുക്ക് നോക്കാം. ആൻറ്റിസെപ്റ്റിക് ആണ്. ഏജൻറ്റ് ഓർ സബ്സ്റ്റൻസ് ദാറ്റ് കിൽ ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഓൺ എ ലിവിങ് ടിഷ്യൂ. അതായത് നമ്മുടെ ലിവിങ് ടിഷ്യൂ. ഇതാണ് ഡിഫറൻസ് കേട്ടോ. ഡിസ്ഇൻഫെക്റ്റൻറ്റും ആൻറ്റിസെപ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് മേജർലി ഇതാണ്. ലിവിങ് ടിഷ്യൂ ആണെങ്കിൽ ആൻറ്റിസെപ്റ്റിക്കും, ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഡിസ്ഇൻഫെക്റ്റൻറ്റും ആയിരിക്കും കേട്ടോ. സോ പ്രോപ്പർട്ടീസ് മൈക്രോബിയൽസിനെ കില്ല് ചെയ്യാണ് ചെയ്യുക. സോ മൗത്ത് വാഷ്, സോപ്പ്, ഡിയോഡറൻറ്റിലൊക്കെ നോർമലി ഒരു കണ്ടന്റ് ആയിട്ട് വരാറുണ്ട്. പിന്നെ ആൻറ്റിസെപ്റ്റിക് ബേസിക്കലി മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യുക എന്നുള്ളതാണ് വിത്തൗട്ട് കോസിങ് ഹാം ടു ദ ഹോസ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ ബോഡിയിലുള്ള മൈക്രോബിയൽസിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻറ്റിസെപ്റ്റിക് ഉപയോഗിക്കാം. നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കേടുകളോ ഉണ്ടാവില്ല. എക്സാമ്പിൾ അയോഡിൻ, ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ്. രണ്ട് ഡ്രഗാണ്, അയോഡിൻ ആൻഡ് ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ്.
സോ നെക്സ്റ്റ് വൺ ഇസ് ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, നോൺ ലിവിങ് സർഫസിലാണ്, ഡിസ്ട്രോയ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം ഓൺ എ നോൺ ലിവിങ് സർഫസ്. സോ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസേഷനിൽ സർജിക്കൽ എക്യുപ്മെൻറ്റ് സ്റ്റെറിലൈസേഷൻ, പിന്നെ പബ്ലിക് പ്ലേസിൻ്റെ സാനിറ്റൈസേഷൻ, പിന്നെ ഡിസിൻഫൈൻ ക്യാൻ ബി ഇറിറ്റന്റ് ആൻഡ് കൊറോസീവ് ടു ലിവിങ് ടിഷ്യൂ. സോ ചില ഇപ്പോൾ മറ്റേ ക്ലോറോക്രസോളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റൻ്റ് ആണ്. സോ ക്ലോറോക്രസോളൊക്കെ തന്നെ അതിൻ്റെ പേഴ്സൻറ്റേജ് ഉണ്ട് കേട്ടോ, ഇത്ര പെർസെൻറ്റേജിൽ ഡിസിൻഫെക്റ്റൻ്റ്, ഇത്ര പെർസെൻറ്റേജിൽ എന്താണ് ആൻറ്റിസെപ്റ്റിക് എന്നാണ്. സോ അതിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ലിവിങ് ടിഷ്യൂവിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളി പോവുകയൊക്കെ ചെയ്യും കേട്ടോ. സോ എക്സാമ്പിൾ ക്ലോറിനേറ്റ് ലൈം, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. ഇനി ജെർമിസൈഡ് ആണ്, മൈക്രോ ഓർഗാനിസിനെ കില്ലിയാണ് ചെയ്യുക. സ്പെസിഫിക് ടേം ലൈക്ക് ബാക്ടീരിയസൈഡ്, ഫംഗിസൈഡ്, വൈറസൈഡ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ടാർജറ്റ്. സോ ജെർമിസൈഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഓരോ മൈക്രോ ഓർഗാനിസം ടാർജറ്റ് ചെയ്തിട്ടാണ് ജെർമിസൈഡ് വർക്ക് ചെയ്യുക കേട്ടോ. സോ പ്രോപ്പർട്ടീസ് സ്പെസിഫിക് അഗെയിൻസ്റ്റ് ബാക്ടീരിയ, ഫംഗൈ, വൈറസ് ആണ്. ട്രോപ്പിക്കലി ഇന്റേണലി യൂസ് ചെയ്യാറുണ്ട്. അയഡിൻ, ക്ലോറിനേറ്റ് ലൈം ആണ്. അപ്പോൾ 3 പഠിച്ചു. ആന്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റന്റ്, ജെർമിസൈഡ്. ആന്റിസെപ്റ്റിക് ആണെങ്കിൽ ലിവിങ് ടിഷ്യൂ, ഡിസിൻഫെക്റ്റന്റ് നോൺ ലിവിങ് ടിഷ്യൂ, ജെർമിസൈഡ് സ്പെസിഫിക് ടു മൈക്രോ ഓർഗാനിസം ആണ്, തിരിഞ്ഞു പോവല്ല. ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. സോ ആന്റി മൈക്രോബിയൽ നോർമലി എന്തൊക്കെ രീതിയിലാണ്, ഓക്സിഡേഷൻ, ഹാലോജിനേഷൻ, പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ. സോ ഓൾറെഡി പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ നിങ്ങൾ അസ്ട്രിഞ്ചനിലൊക്കെ നിങ്ങൾ പഠിച്ചു എന്താണെന്നുള്ളത്. ഓക്സിഡേഷൻ, ഹാലോജിനേഷൻ നിങ്ങൾക്ക് പുതുതായിട്ട് ഉണ്ടാവുക. സോ ഓക്സിഡേഷൻ മെക്കാനിസം ആണെങ്കിൽ ഇൻവോൾവ് ലൈക്ക് പെറോക്സിഡേസ് ആൻഡ് ഓക്സിജൻ ലിബറേറ്റിംഗ് കോമ്പൗണ്ട്. സോ ഒന്നെങ്കിൽ ഓക്സിജൻ ലിബറേറ്റിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്സിഡേസ് ആക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ പ്രോട്ടീൻ ഓർ എൻസൈം എസെൻഷ്യൽ ഫോർ മൈക്രോ ഓർഗാനിസം ഗ്രോത്ത്. സോ മൈക്രോബിയൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എൻസൈംസിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനെയോ ഓക്സിഡൈസ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക. സോ എക്സാമ്പിൾ ഇൻക്ലൂഡിങ് ഹൈഡ്രോജൻ പെറോക്സൈഡ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇവിടെ എന്താണ് basically oxidase active functional group in protein or enzyme essential for micro growth ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ഹാലോജിനേഷൻ മെക്കാനിസം ആണ്. സോ ഇവിടെ കോമ്പൗണ്ട് ലിബറേറ്റിംഗ് ക്ലോറൈഡ്, ഹൈപ്പോക്ലോറൈഡ് ഓർ അയഡിൻ ഓൾട്ടറിംഗ് ദ പെപ്റ്റൈഡ് ലിങ്കേജ് ഇൻ ദ പ്രോട്ടീൻ. പ്രോട്ടീനിലുള്ള പെപ്റ്റൈഡ് ലിങ്കേജിനെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കുന്ന ക്ലോറിനോ ഹൈപ്പോക്ലോറൈറ്റോ അയഡിനോ ആയിരിക്കും ബേസിക്കലി ഹാലോജിനേഷൻ മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. സോ ഇവിടെ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെ മാറ്റുകയും അങ്ങനെ മൈക്രോബ്സ് ചത്തുപോവുകയാണ് ചെയ്യുക. അയഡിൻ, ക്ലോറിനേറ്റ് ലൈമാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ക്ലോറിനോ ഹൈപ്പോക്ലോറൈഡോ അയോഡിനോ ലിബറേറ്റ് ചെയ്യുന്നു ആൻഡ് പെപ്റ്റൈഡ് ലിങ്കേജ് പ്രോട്ടീനിലെ പെപ്റ്റൈഡ് ലിങ്കേജിനെ ഓൾട്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ആണ്. സോ ഇവിടെ എന്താണ്, ഇൻവോൾവ് ഇൻട്രാക്ഷൻ ഓഫ് പ്രോട്ടീൻ വിത്ത് മെറ്റാലിക് അയോൺസ്. മെറ്റാലിക് അയോൺസ് പ്രോട്ടീനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അങ്ങനെ ഫോമിങ് സ്ട്രോങ് ചീലേറ്റ്സ് ഫോം ചെയ്യുന്നു, അങ്ങനെ പ്രോട്ടീനെ ഇനാക്റ്റീവ് ആക്കുന്നു. ഒന്നും കൂടെ, പ്രോട്ടീൻ മെറ്റാലിക് അയോൺസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, സ്ട്രോങ് ചീലേറ്റ്സ് ഫോം ചെയ്യുന്നു, ഇനാക്റ്റീവ് പ്രോട്ടീൻ ആക്കുന്നു. നോൺ സ്പെസിഫിക് ആക്ഷൻ ആണ്, ബോത്ത് ഹോസ്റ്റ് ആൻഡ് മൈക്രോബിയൽ പ്രോട്ടീനെയും അഫക്റ്റ് ചെയ്യാം. നോൺ സ്പെസിഫിക് ആണ്, സ്പെസിഫിക് അല്ല. എക്സാമ്പിൾ ബോറിക് ആസിഡ് ആണ് എക്സാമ്പിൾ വരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്, ഓക്സിഡൈസിങ് ആണ് ബൈ ലിബറേറ്റിംഗ് ഓക്സിജൻ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം, അത് തന്നെയാണ് ഇനാക്ടിവേഷൻ. അപ്പം നമ്മൾ ഡ്രഗുകൾ മാത്രം പഠിച്ചാൽ മതി. ഏത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച ജനറൽ മെക്കാനിസം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഡിസിൻഫെക്റ്റൻ്റ് ആണ്, ആൻറ്റിസെപ്റ്റിക് ആണ്. മിക്കവാറും ഡിസിൻഫെക്റ്റൻറ്റും ആൻറ്റിസെപ്റ്റിക്കും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ആയിരിക്കും. സോ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഡിസിൻഫെക്റ്റൻറ്റും, കോൺസെൻട്രേഷൻ കുറഞ്ഞതനുസരിച്ച് ആൻറ്റിസെപ്റ്റിക്കും ഒക്കെ ആവാറുണ്ട്. സോ പ്രിപ്പറേഷൻ ബൈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വിത്ത് മെഗ്നീഷ്യം ഡയോക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ക്ലോറൈറ്റ് ആണ്. സോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ത് ചെയ്യുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വിത്ത് മാംഗനീസ് ആണ് വിത്ത് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ക്ലോറൈറ്റ് ആണ്. സ്റ്റോറേജ് വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ തന്നെയാണ്. മെഡിസിൻ യൂസ് ആൻറ്റിസെപ്റ്റിക് ഇൻ മൗത്ത് വാഷ് ആൻഡ് ഡിസിൻഫെക്റ്റൻ്റ് ആണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ബോറിക് ആസിഡ് ആണ്, പ്രോട്ടീൻ പ്രസിപ്പിറ്റൻ്റ് ആണ്, ഓൾറെഡി ചീലേറ്റിംഗ് മെറ്റൽ അയോൺസ് തന്നെയാണ്. സോ ക്ലാസിഫിക്കേഷൻ വീക്ക്, ജെർമിസൈഡ് ആൻഡ് ലോക്കൽ ആൻറ്റി ഇൻഫെക്റ്റീവ് ആണ്. ജെർമിസൈഡ് ആണ്, ലോക്കൽ ആൻറ്റി ഇൻഫെക്റ്റീവ് ആണ്. പ്രിപ്പറേഷൻ ഫ്രം ബൊറാക്സും മിനറൽ ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോറിക് ആസിഡ് കിട്ടുക കേട്ടോ. സോ സ്റ്റോർഡ് ഇൻ എ ക്ലോസ് കണ്ടെയ്നർ വിത്ത് മോയ്സ്ചർ പ്രൊട്ടക്ഷൻ വേണം. സോ ആൻറ്റി മൈക്രോബിലാണ് ആൻഡ് അക്വ സൊല്യൂഷനിലാണെങ്കിൽ ഐ വാഷോ മൗത്ത് വാഷോ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. മിക്കവാറുള്ള ഐ വാഷിലൊക്കെ ബോറിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ.
സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഓൾറെഡി മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്കറിയാം, ഓക്സിഡൈസിങ് തന്നെയാണ്. സോ ആൻറ്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻറ്റും ആണ്. സോ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ബേരിയം അല്ലെങ്കിൽ സോഡിയം പെറോക്സൈഡിൻ്റെ തിക്ക് പേസ്റ്റിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ബേരിയം ഓർ സോഡിയം പെറോക്സൈഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സ്റ്റോറേജ് പ്രൊട്ടക്ട് ഫ്രം ലൈറ്റ് ആൻഡ് മോയ്സ്ചർ ആണ്. മെഡിസിൻ യൂസ് ആൻറ്റി മൈക്രോബിയൽ ഏജന്റ് ആണ്, ബ്ലീച്ചിങ് ഏജന്റ് ആണ്, ആൻഡോട്ട് ആണ് കേട്ടോ. ചില പോയിസണിങ്ങിന് ആൻഡോട്ടായിട്ട് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലോറിനേറ്റ് ലൈം ആണ്. ഇത് ഹാലോജിനേഷൻ ആണ്. ഓൾറെഡി ക്ലോറിൻ തന്നെയാണ് കേട്ടോ, മൈക്രോബിയൽ പ്രോട്ടീൻ്റെ ഇനാക്ടിവേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഡിസിൻഫെക്റ്റൻ്റ് ആണ്, ബ്ലീച്ചിങ് ഏജന്റ് ആണ്. സോ പ്രിപ്പറേഷൻ ക്ലോറിനേറ്റ് ഗ്യാസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് പാസ് ചെയ്യുന്നു. കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുന്നു. സോ വെൽ ക്ലോസ് കണ്ടെയ്നർ തന്നെ വെക്കണം. ഡിസിൻഫെക്റ്റൻ്റ് ആണ്, ബ്ലീച്ചിങ് ഏജന്റും ആണ് കേട്ടോ. സോ ഈ ഡ്രഗ്സ് ഒക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് അയഡിൻ ആൻഡ് പ്രിപ്പറേഷൻ ആണ്. സോ ഹാലോജിനേഷൻ തന്നെയാണ്. സോ ക്ലാസിഫിക്കേഷൻ ആൻറ്റിസെപ്റ്റിക് ആണ്, ജെർമിസൈഡ് ആണ്. സോ നാച്ചുറൽ സോഴ്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഐഡിയ നമുക്ക് കിട്ടുക. സീവീഡ്സ്, ആഷ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ സിന്തറ്റിക്കൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. സോ സ്റ്റോറേജ് എന്താണ്, ലൈറ്റിന് അഗെയിൻ വെക്കണം. അയഡിൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ലൈറ്റ് തട്ടാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല ആംബർ കളർ ബോട്ടിലായിരിക്കണം എന്നുണ്ട്. മെഡിസിൻ യൂസ് കൗണ്ടർ ഇറിറ്റൻ്റ് ആണ്, ഡിസിൻഫെക്റ്റൻ്റ് ആണ്, തൈറോയ്ഡ് ഫങ്ഷനിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുമാത്രമല്ല വേറെ ഒരുപാട് പ്രിപ്പറേഷൻസിനൊക്കെ ഒരു കണ്ടൻറ്റാണ് അയഡിൻ എന്ന് പറഞ്ഞാൽ. പ്രോബിൻ അയഡിൻ സൊല്യൂഷനൊക്കെ ഇല്ലേ, വൂണിലൊക്കെ നമ്മൾ വെക്കുന്ന സംഭവമില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് യൂസുകളുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ഡ്രഗ്സുകൾ മാത്രമേ നന്നായിട്ട് വായിക്കുക, റെഫറൻസ് നോട്ട് വായിക്കുക, കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് വേണം. ബൈ.